ഗൈസ്, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇത് ഒട്ടും കാലിബ്രേറ്റഡ് അല്ലായിരുന്നു. മൾട്ടിപ്ലെയർ ഉണ്ട് കേട്ടോ, മൾട്ടിപ്ലെയർ ഉണ്ടോ ഇതിനകത്ത്? നിങ്ങളിതാ ഇത് നോക്കിക്കോ, ഇന്നത്തെ കാലിബ്രേഷൻ നോക്കിക്കോ. ഇത് ഇടത്തോട്ട് വലത്തോട്ട്, ഇടത്തോട്ട് വലത്തോട്ട്. ഞാനിവിടെ എന്റെ സ്റ്റിയറിംഗിൽ തന്നെ അണ്ണാ സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കല്ലേ, അപ്പുറത്ത് വളവിൽ MVD. താങ്ക് യു. ആ വണ്ടി ഞാൻ സ്റ്റിയറിംഗിൽ തന്നെ സ്റ്റാർട്ട് ബട്ടൺ സെറ്റ് ചെയ്ത് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ആൻഡ് സ്റ്റിയറിംഗിൽ തന്നെ ഞാൻ വൈപ്പർ സെറ്റ് ചെയ്തു. വൈപ്പറുണ്ട്, അതുപോലെ ലൈറ്റ് എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് തുടങ്ങിയത്. കാലിബ്രേഷൻ അടിപൊളിയായി മൊത്തത്തിൽ. നമുക്ക് റാൻഡമൈസ്ഡ് കാലിബ്രേഷൻ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നത്. മൾട്ടിപ്ലെയർ ഉണ്ടെന്നാ കളിക്കാവോ? മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എങ്ങനെ? 2 ട്രക്കായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുമോ? OBS ഫുൾ സ്ക്രീൻ വരില്ല ബ്രോ, ഫുൾ സ്ക്രീൻ വരില്ല. നമ്മൾ കുറെ നോക്കി, ഹോണൊക്കെ സെറ്റ് ചെയ്ത് ഓടിക്കാൻ അറിയോ? ഈശ്വര ഭഗവാനെ, ഒരു നല്ല റൂട്ടിൽ പോലെ. എന്റെ അടുത്തൊക്കെ മറുപടി പറയരുത്, കാണിച്ചു കൊടുക്കുകയോ ചെയ്യാവൂ. ഇവരോടൊന്നും മറുപടി പറഞ്ഞേ എനിക്ക് സമയമില്ല. തുറക്കം കൊണ്ട് പോട്ടെ. വേറെ വണ്ടി ഒന്നും വന്നിടിക്കല്ലേ. പോട്ടെ. അകത്ത് ക്യാബിൻ വ്യൂ ആവുന്നില്ലല്ലോ. ഏതാ? അയ്യോ, സിഗ്നലായിരുന്നു. ട്രാഫിക് സിഗ്നൽ വയലേഷൻ കിട്ടിയത് കേട്ടാ. ഇത് എന്തൊരു ടാസ്ക് ആണെന്നറിയോ? നിങ്ങൾ എന്തെങ്കിലും മാറ്റർ പറ, നമുക്ക് ആ മാറ്ററിനെ പറ്റി സംസാരിച്ചിരുന്ന് പോവാം. ഇങ്ങനെ സംസാരിച്ചിരുന്നത് അണ്ണാ, ഞാൻ 4 വർഷം ലൈവ് കാണുന്നു. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ എന്റെ സൗണ്ടും വണ്ടിയുടെ സൗണ്ടും എല്ലാം കേൾക്കാലോ. പബ്ജി ടൂർണമെന്റ് ഇന്ന് അനൗൺസ് ചെയ്യും. പബ്ജി ടൂർണമെന്റ് ഇന്ന് നമ്മള് ഉടനെ ഇനി ഡിലേ ആക്കാതെ ഇന്ന് തന്നെ അനൗൺസ് ചെയ്ത് നടത്തുക. ഇനി ഒരുപാട് ഡിലേ ആക്കുന്നില്ല. സെറ്റാണ്. കാറുകാരനൊക്കെ നേരെ പോയി. ഈ വളവിന് ഇത് ചവിട്ടിയോട് അളച്ചില്ലെങ്കിൽ ഭയങ്കര ടാസ്കാണ്. 9 രൂപ. ഇന്ന് ലൈവുണ്ട്. നിങ്ങളുടെ മഴയുണ്ട്? ഇവിടെ മുട്ട മഴയാ. മഴയാന്ന് പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ മഴയാണ്. ഇവിടെ ഞാൻ ഉറക്കം എണീറ്റ് നോക്കിയപ്പോഴേ അലിഞ്ചോക്ക് വരെ സ്നൈപ്പിനെ വിഷ് ചെയ്തോണ്ട് വീഡിയോ ഇട്ടേക്കണത്. എന്തൊക്കെ കാണാൻ പറ്റും ദൈവമേ. ഈ വിനീത് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഈ പുള്ളിയെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതാ. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക്. എന്റെ അമ്മോ, എന്തൊക്കെ യൂണിവേഴ്സ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ. മറ്റേ ചായ വിത്ത് ടെക്കില്ലേ ശശം ബ്രോ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് കോൺട്രവേഴ്സി കൊണ വിത്ത് ഡ്രൈവിംഗ്. അതാണ് ഇനി എന്റെ അടുത്ത പരിപാടി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലടാ, ഇപ്പൊ എല്ലായിടത്തും നമ്മളാ ഡിസ്കഷൻ. നമ്മുടെ ടോക്സിസിറ്റി, ഈ ടോക്സിസിറ്റി ഒക്കെ പറയുന്ന ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിനെ കാണുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. എന്റെ അമ്മോ, എന്താ പറഞ്ഞ ടീഷർട്ട്. ടീഷർട്ട് ഒന്നിച്ച് ചെയ്യാൻ സംസാരിക്കാൻ വേണ്ടി DM അയച്ചായിരുന്നു. മോബ്രോ ഞാൻ ചെയ്യാം. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടണം. കുറെ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു ട്രോൾ പേജിലാണ്. ബിഗ് ഫാൻ ബ്രോ, താങ്ക് യു സോ മച്ച്. 40 rupees മാൻ, സ്ട്രീം. ഇന്നലെ ഒരു ട്രോൾ പേജിൽ
എന്നെ പറ്റി ഒരു പോസ്റ്റ് വന്നായിരുന്നു. അപ്പം ഞാൻ മറ്റേ മിസ്റ്റർ ട്രോളനെ വിളിച്ചു കേട്ടോ. മിസ്റ്റർ ട്രോളനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ അവൻ്റെ കൂട്ടുകാരൻ്റെ അറിയാവുന്ന ഒരു കൂട്ടുകാരൻ്റെ പേജാ. അതൊരു 3 ദിവസം മുമ്പ് വിറ്റ് ആരോ പൈസക്ക് മേടിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് എന്നെ പറ്റി പോസ്റ്റ് ഇടുക. മനസ്സിലായ? അത് 3 ദിവസം മുമ്പ് വിറ്റെന്ന് പറഞ്ഞു. ആർക്കും ഒരാൾക്ക് വിറ്റു. അതിനകത്ത് ഇപ്പം മറ്റേ പെയ്ഡായിട്ട് പ്രൊമോഷൻസും ട്രോൾസും ചെയ്യുന്ന പേജാണെന്ന്. എന്തൊക്കെ ഇവിടെ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടണോടാ. നമ്മളിനി എത്ര സത്യസന്ധമായിട്ട് നിന്നെന്ന് പറഞ്ഞാലും എത്ര ജെന്യുവനായിട്ട് നിന്നെന്ന് പറഞ്ഞാലും നമ്മളെ താറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക. അതങ്ങനെയാ. എൻ്റെ അമ്മോ എന്തൊക്കെ കാണണം. സൗണ്ടിലേ ഉണ്ടോ ഗൈസ്? വെറുതെ സൗണ്ടിലേ ഉണ്ടോ? ലാലേട്ടന്റെ വിഷു ശരിക്കും ലാലേട്ടൻ അടിച്ച് കിണ്ടിയായിരുന്നോടാ. എല്ലായിടത്തും എന്തൊക്കെയാ പറയണല്ലേ. പടത്തെ പറ്റി എന്താണ് ഒരു പ്രതീക്ഷയില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ നിക്കണായില്ല. ഇത് സത്യമല്ലേ? ബ്രോ നേരെ നോക്കി ഓടിക്കും. നേരെ നോക്കി ഓടിക്കാം. എല്ലാ ന്യൂസിലും പുള്ളി. ഇനി എടാ ചിലപ്പോ സംസാരിച്ചതിന്റെ ഒരു ശൈലിയാണ്. പക്ഷെ എല്ലാരും വീഡിയോ ഇട്ടേക്കണ പുള്ളി അടിച്ച് കിണ്ടിയാണെന്നുള്ള രീതിയിലാണ് എല്ലാരും വീഡിയോ ഇട്ടേക്കുന്നത്. ഗിയർ മാറണം. എടാ 12 ഗിയറേ ഉള്ളു വണ്ടിക്ക്. ഇനി ഗിയറില്ല. ഇനി ഗിയർ ഉണ്ടോ വണ്ടിക്ക്? നോക്കട്ടെ. ഇല്ല ഗിയറില്ല 12 ഗിയറേ ഉള്ളു. എനിക്ക് കമന്റ് വായിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണോടാ, അല്ലെ നടക്കത്തില്ലടാ. കമന്റ് വായിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നടക്കത്തില്ല. കാരണം എനിക്കിങ്ങനെ മൊബൈലിൽ ചെറിയ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് കമന്റിന് റിപ്ലൈ തരാൻ പറ്റില്ല. സ്പീഡ് ലിമിറ്റ് മൊത്തം പ്രോയാ. മനസ്സിലായ? ഇപ്പൊ ഞാനിത് കളിക്കുന്ന കണ്ടിട്ട് ആൾക്കാർ കൊതിയാവും. ലാലേട്ടനാണെന്നാണ് ഇപ്പൊ ട്രെൻഡ്. താങ്ക് യു സോ മച്ച് ഓർത്ത് പൊട്ടി ചോദിച്ചല്ലേടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിഷുവിന് ഒരു വീഡിയോ ഇറങ്ങിയിട്ടേ നാട്ടുകാരുടെ സ്റ്റോറി വീട്ടുകാരുടെ സ്റ്റോറി മൊത്തം അതായിരുന്നു. എൻ്റെ ഡാൻസ് മയിലാട്ടം അല്ല പറയാട്ടം എന്നൊക്കെ പറഞ്ഞ് മോനെ TV-നെ അടിക്കണം. സ്കൈ ഡാൻസ് താങ്ക് യു സോ മച്ച് ഓർത്ത് ₹40 ആ ഓടി ഇടക്കിടക്ക് എടുത്ത് വെച്ചാൽ കേൾക്കാറുണ്ട്. ആന്റണിയോ ഒഴിയണം ഒരു 90 ഓടിയത്. കേറ്റി ഒഴിയണം ഒരു 90. സത്യല്ലേ ഭായി? അയ്യോ അല്ല പുള്ളി എന്താണ് ഇത്? എല്ലാ ന്യൂസുകാരുടെ ഫോൺ പുള്ളി എന്തിനാ എടുത്ത് തന്ന ദിവസം? അതാ ഞാൻ ആലോചിക്കണേ. അത് മൂവി പ്രൊമോഷൻ ആയിരിക്കും. ഇനി ഈ ട്രിപ്പ് ലാഭം ഉണ്ടാകണേ. മനാബ്രോ താങ്ക് യു സോ മച്ച് 36 ഇത് ലാഭമാ. പക്ഷെ സ്പീഡ് ലിമിറ്റർ ഓഫ് ചെയ്തിട്ടും 94 മുകളിൽ കയറുന്നില്ലല്ലോ. 95 96 കണ്ട. നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് അടിച്ചു നോക്കാം. റൈറ്റ് മിറർ ഓപ്പൺ ചെയ്യും. റൈറ്റ് മിറർ ഓപ്പൺ ആ. നിങ്ങൾക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് കയറിയോ 100 കയറിയോ? അല്ല പിന്നെ ഇനിയാണ് ഓവർടേക്കിങ്ങിന്റെ കളി. വാടാ സ്പീഡ് വയലേഷൻ ഒക്കെ നമുക്കൊരു കുന്തോ ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ നമ്മള് പാർട്ട് ടൈം നമ്മൾ മറ്റേ സന്തോഷത്തിന് വേണ്ടി ട്രക്ക് ഓടിക്കുന്ന സാലറി പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. റെയിൻ പ്രോബബിലിറ്റി 100 ആക്ക്. കുറച്ച് മഴയൊക്കെ പെയ്യട്ടെ. ഗ്ലൈഡർ ബ്രോ താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ സെറ്റിംഗ്സില്. അനന്ത് ബ്രോ താങ്ക് യു സോ മച്ച് ₹40. ഇത് എന്ത് ഞാൻ ഓടിക്കുന്നേ അണ്ണാ? ബിഗ് ഫാൻ. എല്ലാ ലൈവും കാണും. ഒന്നും മിസ്സാക്കിയിട്ടില്ല. ജോസഫ് ബ്രോ താങ്ക് യു സോ മച്ച് 100. സ്പീഡ് നോക്കണം. 130 പോണ ട്രക്ക്. വണ്ടി സൂചിച്ചു കൊണ്ടുവരണം. വണ്ടിയുടെ ഓണർ ഇപ്പൊ എത്തിക്കാം. 400 കിലോമീറ്റർ ഉള്ള പോലെ ബ്രോ മോഡറേറ്റർ ആക്കോ. ബ്രോ ബി ആക്റ്റീവ് ഇൻ ചാറ്റ്. നമ്മളാക്കാം ഉറപ്പായിട്ടും. വണ്ടിയുടെ ഓണറാ. സ്റ്റിയറിംഗ് ഏതാ? എന്റെ ഇപ്പൊ കറണ്ടിലുള്ള മോശം R5 ബ്രോ. എടാ സീറ്റ് ബെൽറ്റ് ഇല്ല. എടാ ഇതിന് സീറ്റ് ബെൽറ്റ് വെക്കണോടാ. ഇത് വരണമെങ്കിൽ. കൈലാസ് ബ്രോ താങ്ക് യു സോ മച്ച് 40. ഇത് വണ്ടി എന്തിന് പോക്കടാ പോണേ? 134 ഒരു ട്രക്കാണ് ഈ 134 കിലോമീറ്റർ പോണേ. സെൽട്ടോസ് പോലും പറ്റണില്ല എനിക്കിങ്ങനെ ഓടിച്ച് കയറ്റാൻ.
140. ഇത് മറില്ല. സീറ്റ് ബെൽറ്റ് ഒക്കെ സീറ്റ് ബെൽറ്റ് മേടിക്കാൻ കിട്ടും. ഇതിന് സീറ്റ് ബെൽറ്റ് മേടിക്കണം, എന്നാലേ ആ ഒരു ഫീല് വരുള്ളൂ. എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ എഞ്ചിൻ നടക്കുന്ന സ്പീഡ് ക്യാമറ 121 80 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. എന്നിട്ട് എന്താ അടിക്കുക തന്നെ? എന്തിലോടാണ് കൊണ്ടുപോകുന്നത്? ഇത് കണ്ടെയ്നറാ. ഇതിനകത്ത് എന്തോ അകത്തെന്തോ സാധനം എന്ന് അറിയത്തില്ല. ബസ് സിമുലേറ്റർ കളിക്കാം. ബസ്സൊക്കെ കളിക്കണം. ബസ് കളിക്കണം. ഇത് 145 കയറിയ വണ്ടി. നിങ്ങളായാലും കാണുന്നത് 146. നിങ്ങൾക്ക് സ്പീഡ് കാണുന്നുണ്ടോ? കണ്ട ഒരു ഹായ് തരാമോ? ഹായ്ഡാ. ഹായ് സ്ട്രീമടാ. 148. നീയൊക്കെ എഴഞ്ഞു വാ കേട്ടാ. നമ്മളിത് വേറെ സാധനം വെച്ച വണ്ടിയില്. അവനൊക്കെ 1 ലോഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ 2 ലോഡ് അടിക്കും. 150 ക്രൂസ് ചെയ്യണ വണ്ടി. 151. ഒരാളി ഇനി കമ്പനി ലാഭത്തിലാണ്. എല്ലാം നമ്മുടെ സമയത്തിന് മുമ്പ് ഡെലിവറി ചെയ്യും. കണ്ടെയ്നർ മറിയാതിരുന്നാ മതിയായിരുന്നു കേട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ലാലേട്ടന്റെ വിഷു. ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ആരി എറിയണ്. ഒരു മിനിറ്റ് വണ്ടി സ്ലോ ഡൗൺ ചെയ്തിട്ടെ. 200 അടി എണ്ണ. താങ്ക് യു സോ മച്ച്. 1799 ബ്രോ. താങ്ക് യു സോ മച്ച്. ഷോൺ ഡയന താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ചാറ്റിൽ ലെവൽ പോലെ സെർവർ കിടുവാണ് ചേട്ടാ. ഇതിൽ അതെനിക്കറിയാം. ഇതില് കുറെ സെർവേഴ്സ് ഉണ്ടെന്ന്. ആ സെർവർ ഏതെങ്കിലും കയറി കളിക്കണം ബ്രോ. സെർവറിൽ ഏതെങ്കിലും. ജോഷിയ ബ്രോ താങ്ക് യു സോ മച്ച്. 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അണ്ണാ എന്റെ ഫോൺ വിളിക്കൂ. എന്നെ ഫോൺ വിളിക്കൂ പ്ലീസ്. ബിഗ് ഫാൻ. ഒരു ലൈവ് മിസ്സാക്കാറില്ല. താങ്ക് യു സോ മച്ച് ഡാ. സീറ്റ് ബെൽറ്റ് ഇടല്ലേ സാലറി ഒന്ന് പിടിക്കും വണ്ടിയുടെ ഓണർ. സീറ്റ് ബെൽറ്റ് എന്റെ കയ്യിൽ വന്നിട്ടില്ല ഇതുവരെ. ഈ സീറ്റ് ബെൽറ്റിന് പ്രശ്നമുണ്ട് ഓണറെ. വണ്ടി ശരിയാക്കി തന്നാലേ ഇതൊക്കെ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. സീറ്റ് ബെൽറ്റ് വർക്കാവണില്ല. അണ്ണാ അന്ന് ആരോ പറഞ്ഞു ഷിപ്പിൽ വരുന്ന ഡ്രഗ്സ് ആണെന്ന്. അന്ന് ആരോ പറഞ്ഞു ഷിപ്പിൽ വരുന്ന ഡ്രഗ്സ്. അയ്യോ വണ്ടിപ്പോ തട്ടിയത്. എടാ ഇനി അതുകൂടെ ഉള്ളടാ നാട്ടുകാരൊക്കെ പറഞ്ഞു വരുത്താൻ. അഡ്മിൻ്റെ കൂടെ ബിസിനസ് ചെയ്തതിൽ ഡ്രഗ് വരുന്നുണ്ട്. MDMA കേരളത്തിൽ ഒഴുക്കാൻ. എന്തൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ലേ. എന്നാ ജോസല്ല, ജോസഫ് അനിയന്റെ പ്രായമുള്ളൂ. ഈ വണ്ടി ഞാനിപ്പോ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു മോണിറ്റർ സെറ്റ് ആക്കുന്നുണ്ട് ചാറ്റും ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മൊബൈലിൽ നോക്കി വായിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. മൊബൈലിൽ നോക്കി വാങ്ങിക്കുമ്പോൾ ഭയങ്കര പാടാ. നിങ്ങളുടെ ഇതോടെ ഒരുമിച്ച് വയ്ക്കാം. കേസ് എല്ലാവരും ലൈക്ക് അടിക്കണേ. റോഡിൽ കൂടെ നോക്കുന്നത്. റോഡിൽ നോക്കാനായിട്ട് പോലും നമ്മൾ ഒരിടത്തോളം തട്ടിയില്ല. അത് ശ്രദ്ധിച്ചോ നിങ്ങള്? ഇതെന്താ ആക്സിഡന്റോ? ഹെലികോപ്റ്റർ ഒരിടത്ത് പോലും തട്ടിയില്ലെന്ന് പറഞ്ഞതേ ഉള്ളു. ഈ സൗണ്ട് കുറയ്ക്കണോടാ. എനിക്ക് ഭയങ്കര ഈ സൗണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഇത് വെളിയിൽ നിന്ന് കാണുന്നവർ വിചാരിക്കണ്ടല്ലോ ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇടുവാണെന്ന്. തട്ടിയിലൊന്നും വാ എടുത്തങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. തട്ടി പാട്ട് വെക്കാം. റോങ് വേ. അത് റോങ് വേ ആയിരുന്നു നമ്മൾ കയറിയത്. ആ സൈഡിൽ കൂടെ കയറാൻ പറ്റൂല. അപ്പം ഐപാഡ് എവിടെ? എടാ ഐപാഡ് എറണാകുളത്ത് ഇരിക്കുവാടാ, കൊണ്ടുവന്നില്ലടാ. ഐപാഡ് പോരെ ബ്രോ. ഇവിടെ ഒരു മോണിറ്റർ വെച്ചേ പറ്റുള്ളൂ. ഒരു മോണിറ്റർ സ്റ്റാൻഡ് വെച്ചേ പറ്റുള്ളൂ. ഡ്രഗ്സ് ആണോ അവിടെ കൊടുക്കാൻ? കൊച്ചിയിൽ എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കണം. എന്തൊക്കെയല്ലേ. അയ്യോ ഇവിടെ 42 ഗോളോ. MVD കേരള. ദേവി ഏത് വാഹനം പതുക്കെ ഓടിക്കുക. സാർ താങ്ക് യു സോ മച്ച്. ഓട്ടി താങ്ക് യു സോറി അധികം സ്പീഡായതിന് ക്ഷമിക്കണം എൻ്റെ അടുത്ത്. സാർ ഈ വട്ടം ആക്സിഡന്റ് ഒന്നും ഉണ്ടായാലും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഹെവി ലൈസൻസ് എടുത്തത്. പ്ലീസ്. ഫ്യൂലുണ്ട്
ഇതില് പകുതി കൂടുതലുണ്ട്. സ്പിരിറ്റ് ആണോ സ്പിരിറ്റ്? ഇത് സ്പിരിറ്റ് അല്ല, ഇത് എടാ ഇത് മറ്റേ കണ്ടെയ്നറാണാ. ഇതിലെങ്ങനെ സ്പിരിറ്റ് കൊണ്ടുപോകാൻ? വണ്ടി തട്ടി. ഈ ഓടിക്കാൻ അറിയാതെ പോക്കണം കിട്ടവന്മാരെയൊക്കെ എന്തിനു പോയാ? വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ വീട്ടിലിരിക്കണം, അത് എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങരുത്. അയ്യോ ഞാൻ ലിമിറ്ററൊക്കെ എടുത്ത് കളഞ്ഞ്. ഐസ് പാക്കറ്റ്, ഇത് ഐസ് പാക്കറ്റ് ആണോ? സ്റ്റോപ്പ്, ഐസ് പാക്കറ്റ് ആണോ? ആണ് തോന്നുന്നല്ല. വാളയാർ വാസ്തു അത് തന്നെ. ഇവനൊക്കെ പയ്യെ പയ്യെ വരട്ടെ. മാറിയില്ലടാ. ഓ ഐസാക്കി സ്പിരിറ്റ് കൊണ്ടുവരാ. ഓ അങ്ങനെ അത് കൊള്ളാം ഐഡിയ. നീയൊക്കെ ജീവിക്കും പോലീസ് സ്റ്റേഷനകത്ത്, ജയിലിലും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ. ചില്ലറ ബുദ്ധിയല്ല ഇവരൊക്കെ. നമ്മുടെ നിങ്ങൾ കഴിഞ്ഞ ലൈവ് വെച്ചിട്ട് പറ, നമ്മുടെ കാലിബ്രേഷനൊക്കെ സെറ്റ് ആയപ്പോൾ നമ്മൾ സെറ്റ് ആയി. ട്രൈ ഏത് സ്റ്റിയറിംഗ് റെസ്പോൺസ് ഉണ്ട് നിങ്ങൾ? ഞാൻ തിരിക്കുന്നത് ഇത് വെച്ച് നോക്കണ്ട. തൂറ്റൽ മാറിയോ? താങ്ക് യു സോ മച്ച്. 40 മച്ചാ. തൂറ്റൽ മാറിയത് കൊണ്ടാണ് ഇന്ന് വന്നത്. നൈറ്റ് പ്ലസ് റെയിൻ ആക്കി. ഇപ്പൊ നൈറ്റ് ആവും. ഇനി 177 കിലോമീറ്റർ ഉള്ളൂ. ഇങ്ങനെ പോയാൽ നമ്മൾ എല്ലാ ലോഡും നമ്മൾ അടിക്കും. പടപടപടപടപടയാണ്. ഇനി സിറ്റിയിൽ എനിക്ക് മാത്രമേ ഓട്ടം ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ ലോഡ് അടിക്കും തിരിച്ചു വരും. ലോറി ഡ്രൈവർ ആയ ചേട്ടാ നീലവെക്കൻ്റെ താങ്ക് യു സോ മച്ച്. 100 റുപ്പീസ്. നമ്മളെല്ലാ റോളും എടുക്കൂലേ അണ്ണാ? ഞാനൊരു വട്ടം വിളിച്ചായിരുന്നു, അണ്ണൻ ആട്ടി വിട്ടു. അത് നീ ഒന്നെങ്കിൽ വല്ല രാത്രി ഉറങ്ങി കിടക്കുമ്പോ ഒരു ട്രക്കിന്റെ ബാക്ക് വശം ഒന്ന് ഇളകി പറഞ്ഞായിരുന്നു. നീ രാത്രി ഞാൻ എന്റെ കൊച്ചിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണ സമയത്ത് വല്ല സ്പാം കോളും ചെയ്തില്ലെന്നായിരിക്കും എന്നെ ആട്ടിയത്. എന്നെ വിളിക്കുന്നവരെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, പറ്റുമ്പോഴൊക്കെ എടുക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈ അയക്കാറുണ്ട്. കോള് കംപ്ലീറ്റ് ആയിരുന്നു. വാട്ട് ദ ഫക്ക്. അണ്ണാ ഇന്നലെ വിഷുവിന് വെടി പൊട്ടിച്ച് ചെവി പോയി, ഒന്നും കേൾക്കുന്നില്ല. അണ്ണൻ വെറുതെ വാ അനക്കുന്നത് മാത്രം കാണാം. എടാ പൊട്ടാതിന് ചെവി പോയി. എടാ കേക്കാവോ? നെക്സ്റ്റ് ഗോൾഡാ. എഞ്ചിനോ? അണ്ണാ ലവ് യു. വിഷ്ണു ബ്രോ താങ്ക് യു സോ മച്ച്. ലവ് യു ടു. വണ്ടി ഓഫായി. എല്ലാരും എന്നെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടാ. ഇതിന്റെ ഇനിഷ്യൽ ഗിയേഴ്സ് ഒക്കെ പടപടപടാണ്. അപ്പൊ ഗോഡ് ഓഫ് വാർ നടക്കൂല. അങ്ങനെയല്ലടാ, ഞാനിപ്പോ എനിക്ക് പുതിയൊരു അഡിക്ഷൻ വന്നത് ഇതാണ്, അതുകൊണ്ടാണ്. ലേ ഓണർ വൈഫ് റൈറ്റ് സേഫ് വാസ് കമ്മിൻ നൈറ്റ്. കുടുംബമായിട്ട് താമസിക്കുന്ന ഇതിനകത്തൊക്കെ ഇങ്ങനെയാണ് സൂപ്പർ ചാറ്റ് ചെയ്യണേ. എല്ലാവർക്കും വെൽക്കം. കുറച്ച് ലോഡുണ്ട്, വരുമോ ലോറിയായിട്ട്? ഇതിനൊക്കെ താങ്ക് സോ മച്ച്. വരാം. 1 ലോഡ് പീനട്ട് ബട്ടർ കൊണ്ടുപോകാൻ ഹെൽത്തി കിട്ടാറ്. താങ്ക് യു. 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഈ ചാറ്റ് കമന്റ് എനിക്ക് മോണിറ്റർ സെറ്റ് ചെയ്ത ഒരു വിഷയം. ഇതിന്റെ നേരെ മുകളില് ഇത് വെക്കണം. പീനട്ട് ബട്ടർ ആണെന്ന്. പീനട്ട് ബട്ടറോ? ലൈറ്റ് ഇട്ടില്ലല്ലേ? ലൈറ്റ് ഇടാനുള്ള വെട്ടം ഇല്ലതായിട്ടില്ലടാ. അണ്ണാ സുഖമല്ലേ? സുഖമാണ് ബ്രോ. താങ്ക് യു സോ മച്ച്. 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഹെഡ്ലൈറ്റ് ഓണാ. ലൈറ്റ് അത് അത്രയ്ക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. 100 കിലോമീറ്ററേ ഉള്ളൂ. റെസ്റ്റ്
നോ സീറ്റ് ബെൽറ്റ്, ഫോൺ യൂസ്, 5000 പേയാ. എന്താടാ ഇവിടെ സൂപ്പർ ചാറ്റ് കാരണം എനിക്ക് അണ്ണാ പാലക്കാട് റോഡ് വഴി പോകുമ്പോ ഒന്ന് വിളിക്കാം. താങ്ക് യു സോ മച്ച് ജോൺ ബ്രോ ഫോർ ദ 100 rupees. MDMA വെള്ളത്തിൽ കലക്കി ഐസാക്കി കൊണ്ടുപോകണത് എന്തൊക്കെയാണോ നാട്ടിൽ പറഞ്ഞുണ്ടാക്കുന്ന എന്നെ പറ്റി. അടുത്ത ചായക്കട നോക്കി നിർത്തണ്ട. ഒരു ട്രക്കിൽ ഇടിച്ചടാ. വാക്സിൻ വെൽക്കം സ്ട്രീം ഇടാ. എടാ വെൽക്കം സ്ട്രീം. ഈ സിമുലേറ്റർ ഗെയിംസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമാണ്? എനിക്കിത് അറിഞ്ഞൂടായിരുന്നല്ലോടാ. ഇതൊക്കെ അറിയാതെ നേരത്തെ ഞാൻ ചെയ്യില്ലായിരുന്നു. സിമുലേറ്റർ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ട്രക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ മുതലാളികളെ കൊണ്ട് തിരിച്ചേൽപ്പിക്കാനുള്ള വണ്ടിയാണ്. കുഞ്ഞളിയാണെന്നാണ് വിചാരം. എടാ നമ്മുടെ ഇവിടെ ഈ സിമുലേറ്റർ ഗെയിംസ് കളിക്കുന്ന കുറെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട്. സിമുലേറ്റർ ഗെയിംസ് കളിക്കുന്നത് നമ്മുടെ PC Pro ഒക്കെ അവരൊക്കെ കുറെ സിം ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കും. അപ്പോൾ അതിനകത്ത് കുറെ കമ്മ്യൂണിറ്റിയിൽ കുറെ പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ലൈവിൽ ഒരുമിച്ചിരുന്ന് സിം ഗെയിംസ് കളിപ്പിക്കാം. അപ്പോൾ അവർക്കും ഒരു എക്സ്പോഷർ ആവും. ഈ GTA അല്ലാതെ പുതിയ ഗെയിംസ് പുതിയ സാധനങ്ങളൊക്കെ ആൾക്കാർ കാണട്ടെ. മനസ്സിലായോ? അപ്പോൾ ഒരു ഇത് വരും. നിങ്ങളെ സൂക്ഷിച്ച് ഓടിക്കണേ ബ്രോ. താങ്ക് യു സോ മച്ച് മോട്ടി. താങ്ക് യു. അവൻ എന്തോ സിം കാണാനല്ല അണ്ണനെ കാണാനാണ് ഇഷ്ടം. താങ്ക് യു സോ മച്ച് 100. താഴോട്ടുള്ള വഴി എടാ ഒരു ലോഡ് കൊണ്ടുവരാമോ? എടാ ഇപ്പൊ ബിസിയാടാ. കാരണം ഞാനിപ്പോ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ട്രക്ക് ഡ്രൈവറാ. എല്ലാ ജോലിയും എനിക്കാണ്. എനിക്ക് കുറച്ച് ചാർജ് കൂടുതലാ. തരാന്നുണ്ടെങ്കിൽ മാത്രം വരാം. എടാ ഹെവി ലൈസൻസ് എപ്പോൾ കിട്ടി? ഒരു 3 ദിവസമായാലും എടുത്തിട്ട്. ഹെവി ലൈസൻസ് 3 ദിവസം മുമ്പ് എടുത്തത്. ഇതുവരെ അണ്ണ ഒരു കടി അങ്ങ് തരട്ടെ. ഇങ്ങനെ കഴിച്ച് ഗെയിമിങ്. താങ്ക് യു സോ മച്ച് ടാ. വന്നേ ഒരു കോഴിക്കുഞ്ഞെ കാണിച്ചതാ ഞാന്. നിക്കില്ല ഞങ്ങക്ക് സെൻസർ ചെയ്ത് കാണിക്കുന്നത്. ഡ്യൂട്ടി അല്ല കേട്ടോ. പയ്യത്തിരി ഇങ്ങോട്ട് ഇതിലേക്ക് ഹോൺ. വണ്ടി ഓഫ് ചെയ്യല്ലേ? അത് വണ്ടി ഓഫ് ആവുന്ന പറ്റണ. അത് വണ്ടി ഓഫ് ചെയ്യല്ലേ? ഇതാ അച്ഛൻ വണ്ടി ഓടിക്കുവാ. നേരെ പോട്ടെ. വണ്ടി ഒലക്കല്ലേ. വണ്ടി ഓഫ് ചെയ്യാടാ. വണ്ടി ഓഫ് ചെയ്യൽ. നിന്നെ നാട്ടുകാർ കാണട്ടെ. എല്ലാരും കാണട്ടെ. നിന്റെ നാട്ട് വിടറ. കേട്ടാ കോഴിക്കുഞ്ഞാ നീ. കോഴിക്കുഞ്ഞാണോ നീ? കടിപ്പിക്കട്ടെ. ചുമ്മാ പാവം ഒന്നും ചെയ്യില്ല. ഇത് MVD കണ്ട സീനാ. നിനക്ക് പ്രായമായിട്ടില്ല. ഹെവി വണ്ടിയാ. മനസ്സിലായ? ഇത് ഹെവി വണ്ടിയാ. ചില്ലറ കാര്യമാണോ? ഇവൻ ഇതൊന്നും വിടുന്നില്ല. കൈസ് ഇവ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിനകത്ത്. മോനെ ദേവട്ടാന്ന് പറഞ്ഞ സാഗുരു താങ്ക് യു സോ മച്ച് 17.99 AD. കുറച്ചേരം ഇവിടെ പിടിച്ചിരുന്നായിരുന്നല്ലേ. AD ഒക്കെ കിട്ടി തുടങ്ങിയായിരുന്നു. എടാ നീ വേണമെങ്കിൽ ഇവിടെ ഓടിച്ചു കേട്ടോ. വൈകുന്നേരം ആവുമ്പോ അച്ഛനെ അങ്ങോട്ട് ഏൽപ്പിച്ചാ മതി. എന്തോ
ഇവരെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ടേ ഇവരെ കൊണ്ട് നീ എന്ന് സിമുലേറ്റർ ഇട്ടാ കേട്ടോ. എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി. അണ്ണാ ദേവട്ടന്റെ വിഷയം കയറി കിട്ടാം. താങ്ക് യു സോ മച്ച് ഫോർട്ടി പ്രണവ് ബ്രോ. ഇവൻ വണ്ടി അടിച്ച് നശിപ്പിച്ചു കേട്ടാ. വണ്ടി പോയേ അണ്ണാ ഫേക്ക് ട്രക്കറാണോ എന്താ? കുറച്ച് ദൂരം ഉള്ളു, 4 കിലോമീറ്റർ ഉള്ളു. നമുക്ക് എത്താറായി, സാധനം കൊണ്ട് കൊടുക്കാറായി. ഓണർ എന്നെ നോക്കിയിരിക്കണേ. അണ്ണാ ഞാൻ റീൽസ് അയക്കാറുണ്ട്, റിയാക്ട് ചെയ്യണേ. നീ എന്നെ ഒരു ഇരിക്കണല്ല. ഹസാഡ് പുറകില് അവിടെ ഹസാഡ് ഓഫാക്കി. ഞാൻ കുറച്ച് സ്പീഡിലൊക്കെയാണ് വളഞ്ഞത്. ഈ കണ്ടെയ്നർ പാറി പോകുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ഈ വളഞ്ഞു കിടക്കണത്? ഈ വണ്ടിയുടെ ആദ്യത്തെ 6 ഗിയറല്ലേ പടപടപടപടന്ന് മാറണം. അതായത് എന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ മാറുന്നതിനേക്കാൾ സ്പീഡിൽ മാറണം ഇതിന്റെ ആദ്യത്തെ 6 ഗിയർ. അത് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ RPM കയറ്റി നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എത്ര 8ാമത്തെ ഗിയറിലാണ് വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. ഒരു RPM 9ാമത്തെ ഗിയറായി വണ്ടി. എന്നാ ചേച്ചിക്ക് കൊടുക്കണം. അവൾക്ക് യഥാർത്ഥ വണ്ടിയുടെ ഗിയർ ഒരു ഇടാറില്ല. ഗിയറേ പറയാൻ സാധനം അവൾക്ക് അറിഞ്ഞൂടാ. ഇതെങ്ങോട്ടാടാ? ഓ നിനക്കറിയാല്ലേ? അപ്പൊ അണ്ണാ 40 രൂപ ഡീസൽ അടിക്കൽ ആവശ്യമാകട്ടെ. ഇത് എതുവഴിയാ? നിന്നെ ഡ്രൈവ് പിടിപ്പിക്കുന്ന സാറിന് കേട്ടാ ഒന്നും സംഭവിക്കാൻ പോകില്ല. അങ്ങേറെ തള്ളക്കുളിയും കേട്ട് ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്ത് നീ എന്ത് പറയാനാണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഇതുകൊണ്ട് പാർക്ക് ചെയ്താൽ നമുക്ക് +40 XP കിട്ടും. ഞാൻ എന്നാ പാർക്ക് ചെയ്യട്ടെ? ഇത് ദേ ഇവിടെ പാർക്ക് ചെയ്താ ഇത് ഈസി ടാസ്ക്. ഇതിനകത്തോട്ട് വെച്ചാൽ ഇത് പാർക്ക് ചെയ്ത ഈസിയാണ്. MVD എന്താ പറഞ്ഞേ? ലൈസൻസ് ഇല്ലാതെ കുട്ടിയെ വെച്ച് വാഹനം ഓടിച്ചത് മിസ്റ്റർ ദിൽ ദിനേശിനെതിരെ 1.5 ലക്ഷം ഫൈൻ. MVD കേരള. താങ്ക് യു സോ മച്ച് സാർ. സാർ എനിക്ക് ലൈസൻസ് ഉണ്ട്. കുട്ടിയെ വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെറിയ പിള്ളേരല്ലേ സാർ. ഈ വട്ടത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. ഈ വട്ടത്തേക്ക് ഒന്ന് മാപ്പാക്കണം എൻ്റെ അടുത്ത്. എടാ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റൂല. ഇതെങ്ങനെ റിവേഴ്സ് എടുക്കുമെന്ന് നിങ്ങൾ പറയണേ. ഇല്ല പോവില്ല. നോ ഇച്ചിരി പാടാണ്. അങ്ങനെ ഉണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ട് ഇവിടെ ഇതാക്കി കഴിഞ്ഞാൽ ജോബ് കംപ്ലീറ്റ് ചെയ്യും. അയ്യോ